Hi. So today we are going to study reading and writing fill in the blanks. പറയപ്പെടുന്നത് ഇത് പി ടിയുടെ വളരെ പ്രധാനപ്പെട്ടതും നിങ്ങളുടെ സ്കോറിൽ റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇൻ ദ സെൻസ് ഞാൻ പറയാം, ഇത് മെജോറിറ്റി ഓഫ് മാർക്സ് ഒരു അറൗണ്ട് 30-40% ഓഫ് മാർക്ക് ഈസ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് അത്രത്തോളം ഷാർപ്പ് ആവണം നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുമ്പോൾ. പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഇതിലേക്ക് കുറവായിരിക്കും. സോ ആർ ഫോക്കസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ നോട്ട് ഏബിൾ ടു ഫോക്കസ് വെൽ ഇൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബിക്കോസ് പലപ്പോഴും പല പ്രോബ്ലംസ് ആണ്. ഗ്രാമർ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ വൊക്കാബുലറി അറിയില്ല, അങ്ങനത്തെ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ മാർക്ക് കുറയുന്നത്. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് നമുക്കൊന്ന് ഡെപ്തിൽ മനസ്സിലാക്കാം, എവിടെയൊക്കെയാണ് എന്തൊക്കെ പോർഷൻസ് ആണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഇൻ ഡെപ്ത് സെഷൻസ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിലുണ്ടാവും. ബട്ട് ഫോർ ദ ടൈം ബീങ് എവിടെയാണ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് കൃത്യമായി മനസ്സിലാവും. എൻ്റെ കൂടെ നിൽക്കുക, അവസാനം വരെ ഈ വീഡിയോ കാണുക. റീഡിങ് ആൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബ്ലെസ്സിങ് ഫോർ യു ദിസ് വീഡിയോ. സോ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ടിൽ ദ എൻഡ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എങ്ങനെയാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു ഓപ്ഷൻസ് ഒരു പാരഗ്രാഫ് തരും. എന്താണ്? ബിലോ ഇസ് എ ടെക്സ്റ്റ് വിത്ത് ബ്ലാങ്ക്സ്, ക്ലിക്ക് ഓൺ ഈച്ച് ബ്ലാങ്ക്, എ ലിസ്റ്റ് ഓഫ് ചോയ്സസ് വിൽ അപ്പിയർ, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ചോയ്സ് ഫോർ ഈച്ച് ബ്ലാങ്ക്. ഇതിന് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് ബ്ലാങ്ക് ഉണ്ട്. ഫസ്റ്റ് ബ്ലാങ്കിന് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ, പുട്ട്, പോസ്റ്റഡ്, ഇൻസ്റ്റാൾഡ്, എസ്റ്റാബ്ലിഷ്ഡ്. അതുപോലെ രണ്ടാമത്തെ ബ്ലാങ്കിന് 4 ഓപ്ഷൻ, മൂന്നാമത്തേനും 4 ഓപ്ഷൻ, നാലാമത്തേനും 4 ഓപ്ഷൻ, അഞ്ചാമത്തേനും 4 ഓപ്ഷൻ. എല്ലാത്തിനും കുറേ ഈ വേർഡ്സിൻ്റെ ലിസ്റ്റ് മൊത്തം വേണ്ട, ഫസ്റ്റിന് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അത് ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ മെനു നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 4 ഓപ്ഷൻ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണും. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് ഷുഡ് ബി ഫോക്കസ്ഡ് ടു ഡെവലപ്പ് യുവർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് സിനോണിംസ് മനസ്സിലാവണം. എന്ന് വെച്ചാൽ ഒരു പര്യായം, വേർഡ്സിൻ്റെ പര്യായം അല്ലെങ്കിൽ സിമിലർ വേർഡ്സ് ഇൻ ദ സെൻസ് സിനോണിംസ് ഓർ റിലേറ്റഡ് വേർഡ്സ്, നോട്ട് ജസ്റ്റ് എക്സാക്ട് വേർഡ്സ് ബട്ട് റിലേറ്റഡ് വേർഡ്സ്. ഇനി ഗ്രാമർ ക്ലിയർ ആവണം. ഇപ്പോൾ ഞങ്ങളിവിടെ സെഷൻസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് 6 ദിവസത്തെ ഇൻഡക്ഷൻ ട്രെയിനിങ് കൂടിയാണ് നമ്മൾ പി ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാസ്റ്റ് ട്രാക്കിൽ അത് ഉണ്ടാവില്ല, ബട്ട് 1 മന്തിൽ അത് ഉണ്ടാവാറുണ്ട്. സോ ഇഫ് യു ആർ നോട്ട് വെരി മച്ച് വെൽ എക്വിപ്ഡ് വിത്ത് ഗ്രാമർ, യു വിൽ ഫേസ് ഇഷ്യൂ വിത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്താണ് കൊളോക്കേഷൻസ്. സം വേർഡ്സ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ, സം വേർഡ്സ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഒരു വേർഡ് വേറൊരു വേർഡും കൂടി കൂട്ടിച്ചേർന്നാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ അത് ആ മീനിങ്ങിൻ്റെ സെൻസ് ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് കൊളോക്കേഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കൊളോക്കേഷൻസ് നിങ്ങൾ ലിസ്റ്റ് എടുക്കണം. ഇൻ കേസ് യു ഡോണ്ട് ഹാവ് ദ ലിസ്റ്റ്, ജസ്റ്റ് വാട്സ്ആപ്പ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ആൻഡ് വി വിൽ ഗിവ് യു ദ ലിസ്റ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് പ്രകാരം അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസിന് അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ കോണ്ടെക്സ്റ്റ് പ്രകാരം ആ വേർഡാണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഈ 4 ഓപ്ഷൻ മറക്കരുത്. ഫസ്റ്റ് ഇസ് സിനോണിംസ്, സെക്കൻഡ് ഇസ് ഗ്രാമർ, തേർഡ് ഇസ് കൊളോക്കേഷൻസ് ആൻഡ് ഫോർത്ത് ഇസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ആദ്യത്തെ സിനോണിംസ് നമുക്ക് നോക്കാം. സിനോണിംസ് എങ്ങനെയാണ്? ഫസ്റ്റ് ഈ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. ദ ടീം ഡിസൈഡഡ് ടു ഡാഷ് ദ ലോങ് ടേം എഫക്ട്സ് ഓഫ് എ ന്യൂ ഡ്രഗ് ഓൺ പേഷ്യൻസ് വിത്ത് ക്രോണിക് പെയിൻ. അപ്പോൾ ഇവിടെ നോക്കാം, എന്താ സംഭവിച്ചേക്കുന്നത്? ടീം ഡിസൈഡഡ് ടു ഡാഷ്, ഒരു ഡാഷ് ഉണ്ട്. ദ ലോങ് ടേം എഫക്ട്സ് ഓഫ് എ ന്യൂ ഡ്രഗ്, ഒരു ലോങ് ടേം എഫക്ട്സ്, ഒരു ഡ്രഗിൻ്റെ അല്ലെങ്കിൽ ഒരു മെഡിസിൻ്റെ ലോങ് ടേം എഫക്ട്സ് ഓഫ് എ ന്യൂ ഡ്രഗ് ഓൺ പേഷ്യൻസ് വിത്ത് ക്രോണിക് പെയിൻ. ഭയങ്കരമായിട്ട് വേദനയുള്ള ആൾക്കാരുടെ, ക്രോണിക് പെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ അതിൻ്റെ ലോങ് ടേം എഫക്റ്റ് എന്താണെന്ന് ഇത് ഇൻസ്പെക്റ്റ് ആണോ, റീഡ് ആണോ, സ്റ്റഡി ആണോ, സർവേ ആണോ എന്നാണ്. അപ്പോൾ ടീം ഡിസൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഇൻസ്പെക്ട് എന്ന് വെച്ചാൽ ഫോർ എ മൊമെൻറ്റ്, നമ്മൾ ആ ഒരു മൊമെൻറ്റിന് നമ്മളത് നോക്കുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, ഇറ്റ് ഇസ് ഓക്കെ.
നൗ നെക്സ്റ്റ് ഇസ് റീഡ്, നമ്മളത് വായിക്കുന്നു. ഓക്കെ, സർവേ എങ്ങനെയാ? നമ്മളൊരു ഡ്രഗിൽ സർവേ അല്ല ചെയ്യുക, സ്റ്റഡിയാണ് നടത്തുക, ഒരു പഠനമാണ് നടത്തുക. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ സർവേ, സോ സർവേ ഈസ് നോട്ട് പ്രോപ്പർ അല്ലേ? അപ്പോൾ പഠനമാണ് നടത്തുന്നത്, അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ സ്റ്റഡി ഈസ് ദ ആപ്റ്റ് വേർഡ്, ബിക്കോസ് ഇവിടെ സിനോണിംസ് ആണ്, ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്. ബട്ട് വി ചൂസ് സ്റ്റഡി because this is apt according the team decided to study the long term effects of a new drug on patients with chronic pain. അപ്പോൾ ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഗ്രാമർ എങ്ങനെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഡോക്ടർ എവലിൻ മൂർ ഡാഷ് എവല്യൂഷൻ ഓഫ് സ്റ്റിക്ക് ഇൻസെക്ട്സ് for over 15 years before she made her discovery. അപ്പോൾ ഇവിടെ ഡോക്ടർ എവലിൻ മൂർ എവല്യൂഷൻ ഓഫ് സ്റ്റിക്ക് ഇൻസെക്ട്സ്, ഒരു തരം ഇൻസെക്ട്സിനെ കുറിച്ച് 15 വർഷം അവർ ഡാഷ് എന്നാണ്. അപ്പോൾ അതിനൊരു ആപ്റ്റ് വേർഡ് വേണം. ഈ ആപ്റ്റ് വേർഡ് നമ്മൾ നോക്കുമ്പോൾ ഡോക്ടർ എവലിൻ മൂർ എവല്യൂഷൻ ഓഫ് സ്റ്റിക്ക് ഇൻസെക്ട്സ് ഫോർ ഓവർ 15 years, 15 വർഷമായിട്ടാണ് അവർ പഠിക്കുന്നത്. 15 വർഷം. അപ്പോൾ ഇവിടെ ആപ്റ്റ് വേർഡ് നോക്കുമ്പോൾ ഇവിടെ എന്താണ് വേർഡ് വരുന്നത്? സ്റ്റഡി ആണെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സ്റ്റഡീസ്, ഓക്കെ, സ്റ്റഡീസ്. അപ്പോൾ നമുക്കറിയാം എന്താ പറയുക, പ്രസന്റ് ടെൻസിൽ ഹി സ്റ്റഡീസ്, ദേ സ്റ്റഡി. അപ്പോൾ ഇവിടെ ഡോക്ടർ എവലിൻ മൂർ, അപ്പോൾ ഇത് ദേ ആണോ? അല്ല. പ്ലൂറൽ ഫോം ആണോ? അല്ല. അപ്പോൾ അത് വരില്ല. ഓക്കെ, നൗ എലിമിനേറ്റ് ചെയ്യാം. സ്റ്റഡീസ്, ഡോക്ടർ എവലിൻ മൂർ ശരിയാണ്, പ്രസന്റ് ടെൻസ് ആണ്. ബട്ട് അത് പാസ്റ്റിലാണ് ചെയ്തത്, കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റഡീസ് വരുന്നില്ല. ഹാഡ് സ്റ്റഡീഡ് ആണ്. വാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ പണ്ട് പഠിച്ചിരുന്നു, ഇപ്പം അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക, അവർ ഡിസ്കണക്റ്റഡ് ആണ്, ഇപ്പം ചെയ്യുന്നില്ല അതിനെക്കുറിച്ച്. അങ്ങനെയല്ലല്ലോ. ഹാഡ് സ്റ്റഡീഡ്, ഇപ്പോഴും ആ ഒരു ഫീൽഡിൽ, ആ മേഖലയിൽ അവർ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹാഡ് സ്റ്റഡീഡ്. നോക്കാം, ഇത് വേർഡ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാമറും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഗ്രാമർ മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം കൊളൊക്കേഷൻ. ജാക്ക് നീഡഡ് ടു ഡാഷ് സം സ്ലീപ്പ് ബിഫോർ ഹിസ് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ജാക്കിന് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? കുറച്ച് ഉറക്കം വേണമായിരുന്നു അല്ലേ? ബിഫോർ ഹിസ് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് നെക്സ്റ്റ് ഡേ. അപ്പോൾ എന്താണ് ആപ്റ്റ് വേർഡ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഗെറ്റ് എന്നാണ് ആപ്റ്റ് വേർഡ്. ഗെറ്റ് ബിക്കോസ് ഗെറ്റ് സം സ്ലീപ്പ്. ടേക്ക് സം സ്ലീപ്പ് അല്ല, എടുക്കാന്നല്ല, നമ്മൾ അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ് സം സ്ലീപ്പ്, ഐ വോണ്ട് ടു ഗെറ്റ് സം സ്ലീപ്പ്, ഐ ആം ഇൻ അർജൻറ്റ് നീഡ് ടു ഗെറ്റ് സം സ്ലീപ്പ്, ഐ വോണ്ട് ടു ഗെറ്റ് സം സ്ലീപ്പ്, ഗെറ്റ് സം സ്ലീപ്പ്. ഇത് കൊളൊക്കേഷൻസിൻ്റെ ഭാഗമാണ്. ഈ കൊളൊക്കേഷൻസ് നിങ്ങൾ 2000 വേർഡ്സോളം അടുത്ത് നമുക്കതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഞങ്ങളെ വാട്സാപ്പിൽ പിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോണ്ടെക്സ്റ്റ് നോക്കാം. നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഡ്രോപ്പ് ഡൗൺ മെനു ഉള്ള കാരണമാണ് ഇവിടെ 4 ഓപ്ഷൻ വരുന്നത് ഒരു ബ്ലാങ്കിൽ. നമുക്ക് കോണ്ടെക്സ്റ്റ് നോക്കാം. ആഫ്റ്റർ 12 months the results of the drug trial were examined. In the group of patients who took the medication, almost half reported that their back pain had dash. ഓക്കെ, പകുതി പേരോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വേദന. അപ്പോൾ വേദന ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, they were able to lift heavy objects, move freely and sit for longer time. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാമല്ലോ. ഇവിടെ ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ ഈ വേർഡുകളൊന്ന് ശ്രദ്ധിക്കാം. റിസൾട്ട്സ് ഓഫ് ദ ഡ്രഗ് ട്രയൽ എന്താണ്? അതിൻ്റെ ആ മെഡിസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി അവർ എന്താ ചെയ്തേ? ഓക്കെ, ഓൾമോസ്റ്റ് ഹാഫ് റിപ്പോർട്ടഡ് ദാറ്റ് ദെയർ ബാക്ക് പെയിൻ എന്തായി? കൂടിയോ കുറഞ്ഞോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് കൂടിയോ കുറഞ്ഞോ എന്ന് അറിയണമെങ്കിൽ അടുത്ത ലൈൻ ശ്രദ്ധിച്ചാൽ മതി. ഹവർ അറൌണ്ട് 25% of the group reported only mild improvement to their pain levels, while 10% experienced no lessening of that. They were able to lift.
അപ്പോൾ മെജോറിറ്റി എന്താണ്? മെജോറിറ്റി അവർക്ക് സുഖമായി. ഈ മരുന്ന് കഴിച്ചപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസപ്പിയേർഡ്, പെയിൻ എന്തായി? കുറഞ്ഞു. ഡിസപ്പിയേർഡ്. വേഴ്സ് എന്ന് വെച്ചാൽ കൂടി. ഇവിടെ സ്പ്രെഡ് എന്ന് വെച്ചാൽ വീണ്ടും അത് ഒരു വേദന സ്പ്രെഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ പല ഭാഗങ്ങളിലേക്ക് മാറി എന്നാണ് പറയാം അല്ലേ. ഇപ്പോൾ റെഡ്യൂസ്ഡ് എന്ന് പറയാം, ബട്ട് ദ ആപ്റ്റ് വേർഡ് ഹിയർ ഈസ് കോണ്ടെക്സ്റ്റ് പ്രകാരം ഡിസപ്പിയേർഡ് എന്നാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വരാം. ഈ പാരഗ്രാഫ് നമ്മൾ തുടങ്ങിയ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് നോക്കാം. The first ever traffic light was invented by a railway engineer called J.P. Knight. It was dash in central London in 1868 and looked like a railway signal. അപ്പോൾ ഈ നാല് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? പുട്ട്, പോസ്റ്റഡ്, എസ്റ്റാബ്ലിഷ്ഡ്, ഇൻസ്റ്റാൾഡ്. ഈ ഒരു ട്രാഫിക് സിഗ്നൽ റെയിൽവേ സിഗ്നൽ അത് എസ്റ്റാബ്ലിഷ് എന്ന് പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു റെയിൽവേ സിഗ്നലാണല്ലോ, അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്, ഒരു റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഓക്കെയാണ്. പോസ്റ്റഡ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടേംസിൽ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ടേം യു ആർ പോസ്റ്റഡ് ദെയർ, എന്ന് അപ്പോയിന്റ് ചെയ്തു, അങ്ങനത്തെ ഒരു അർത്ഥം വരില്ല. പുട്ട് എന്ന് വെച്ചാൽ അവിടെ സ്ഥാപിച്ചു. പുട്ട് എന്ന് വെച്ചാൽ അവിടെ വെക്കുക എന്നാണ്, സ്ഥാപിച്ചു എന്നല്ല. ഇൻസ്റ്റാൾഡ് എന്ന് വെച്ചാൽ സ്ഥാപിച്ചു, അതാണ് അർത്ഥം. അപ്പോൾ ഇൻസ്റ്റാൾഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഇൻസ്റ്റാൾഡ് ഇൻ സെൻട്രൽ ലണ്ടൻ. കറക്റ്റാണ്, ആപ്റ്റ് വേർഡ് ആണ്. അടുത്തതിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോൾ ഇൻസ്റ്റാൾഡ്, ആപ്റ്റ് വേർഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് unfortunately the traffic light exploded and killed a policeman. The accident dash that no new traffic signals were introduced in England for many years. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, accident dash that no new traffic signals were introduced, were operated by gas. Unfortunately the traffic light exploded and killed a policeman. The accident dash that no new traffic signals were introduced. Accident dash, ഇവിടെ ശ്രദ്ധിക്കണം. ആക്സിഡന്റ് ഡാഷ്, ഇവിടെ ആക്സിഡന്റ് ഡാഷ് എന്ന് ഞാൻ വീണ്ടും എടുത്ത് വായിക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ചലിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കുക, which were operated by gas. Unfortunately the traffic light exploded and killed a policeman. ഈ ട്രാഫിക് സിഗ്നലിന് ഒരു ആളെ കൊന്നു ശരിക്കും. എന്താ കാരണം? ഇറ്റ് ഹാഡ് ആംസ് ആൻഡ് റെഡ് ആൻഡ് ഗ്രീൻ വിച്ച് വർ ഓപ്പറേറ്റഡ് ബൈ ഗ്യാസ്. ഇത് എക്സ്പ്ലോഡ് ചെയ്തു. എന്താ കാരണം? ഇത് ഗ്യാസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണ്. ദ ആക്സിഡന്റ് ഡാഷ് ദാറ്റ് നോ ന്യൂ ട്രാഫിക് സിഗ്നൽസ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ മെനി ഇയേഴ്സ്. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ട്രാഫിക് സിഗ്നൽ കുറേ വർഷത്തേക്ക് ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചില്ല. അപ്പോൾ റിക്വയർഡ് അല്ല. എന്താ കാരണം? റിക്വയർഡ് എന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട്. പ്രൂവ്ഡ്, ദ ആക്സിഡന്റ് പ്രൂവ്ഡ് ദാറ്റ് നോ ന്യൂ, പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലല്ലോ അത് സ്ഥാപിച്ചത്. സജസ്റ്റഡ്, നോ. അപ്പം ഏറ്റവും വ്യക്തമായിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ വേർഡ്, ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് മെൻറ്റ് എന്നാണ്. മെൻറ്റ് എന്ന് പറയാൻ കാരണം നോക്കൂ, മെൻറ്റ് ബിക്കോസ് ദ ആക്സിഡന്റ് മെൻറ്റ് ദാറ്റ് നോ ന്യൂ ട്രാഫിക് സിഗ്നൽസ് വർ ഇൻട്രൊഡ്യൂസ്ഡ്. ഇത് വെച്ചപ്പോൾ അത് അവർ ഉദ്ദേശിച്ചത് ഇനി കുറച്ച് നാളത്തേക്ക് നമുക്കിവിടെ ട്രാഫിക് സിഗ്നൽ വേണ്ട എന്നാണ്. നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ പല പ്രാവശ്യമായിട്ട് വായിച്ചു നോക്കുക. ശ്രദ്ധിക്കേണ്ടത്, റീഡ് ദ പ്രിസീഡിങ് ലൈൻ ആൻഡ് ദ സക്സീഡിങ് ലൈൻ. റീഡ് ദ ലൈൻ ബിഫോർ ആൻഡ് ദ ലൈൻ ആഫ്റ്റർ ആൻഡ് കം ടു ആൻ അസംഷൻ. ഞാനത് 2 or 3 പ്രാവശ്യം നിങ്ങളുടെ മുന്നിലെടുത്ത് വായിക്കാൻ കാരണം എന്ന് വെച്ചാൽ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ഇറ്റ് മോർ ദാൻ വൺസ്, ഈവൻ ഇഫ് യു ആർ നോട്ട് അക്വൈൻറ്റഡ് ടു. നിങ്ങൾ റീഡിങ് ഹാബിറ്റ് ഇല്ലെങ്കിലും മുന്നത്തെ വേർഡും പിന്നത്തെ വേർഡും ഇനീഷ്യലി ഇറ്റ് മേക്സ് ടേക്ക് സം ടൈം. ഇനീഷ്യലി ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഡെഫിനറ്റ്ലി, ബട്ട് സ്ലോലി ആൻഡ് സ്ലോലി യു വിൽ ഇംപ്രൂവ്. അപ്പം ആദ്യം കുറച്ച് സമയം എടുക്കും. സാറേ 10 മിനിറ്റോ 15 മിനിറ്റോ എനിക്കിത് ചെയ്യാൻ സമയം എടുക്കാൻ പറ്റില്ലല്ലോ. ബട്ട് slowly and gradually you will start understanding the terms and you will improve. That is what happens. നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം, the first 3 color dash were seen in
New York City in 1918 were seen. The first 3 color. അപ്പോൾ ഇവിടെ ആപ്റ്റ് വേർഡ് റെയിൽവേ സിഗ്നൽ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത്? സിഗ്നൽസ്. അത് തന്നെയാണ്. അപ്പോൾ അത് 3 color സിഗ്നൽ. 3 color സിഗ്നൽ. അപ്പോൾ ഈ 3 color സിഗ്നൽ എന്ന് നോക്കിയാൽ അറിയാം, 3 color സിഗ്നൽ ഇസ് എ 3 color ഇസ് എൻ അഡ്ജക്റ്റീവ്. 3 color. അപ്പോൾ ഇവിടെ സിഗ്നൽ എന്താണ്? സിഗ്നൽ ഇസ് എ നൗൺ. ഈ ഒരു കോണ്ടെക്സ്റ്റും കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരിക. 3 color സിഗ്നൽ. ഇവിടെ ഫസ്റ്റ് 3 color സിഗ്നൽ. 3 color 3 hyphen color എന്നാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഒറ്റ വേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ദാറ്റ് ഇസ് ആൻ അഡ്ജക്റ്റീവ്. യു ഷുഡ് കൺസിഡർ ദാറ്റ്. നൗ നെക്സ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. ബോത്ത് മോഡൽസ് ഓഫ് ട്രാഫിക് ലൈറ്റ്സ് dash a person to operate them using switches. Both models of traffic lights dash a person to operate them using switches. രണ്ട് മോഡലും എന്തായിരുന്നു? മോഡൽസ് ഓഫ് ട്രാഫിക് ലൈറ്റ്സ് വേർ നീഡിങ് എന്ന് പറഞ്ഞാൽ അത് ബോത്ത് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളത് ബോത്ത് we both are coming to the party. Okay. Both models of traffic lights ഇവിടെ എന്താണ്? ട്രാഫിക് ലൈറ്റ്സ് ആണ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ്. ട്രാഫിക് ലൈറ്റ്സ്. അപ്പോൾ വേർ നീഡഡ് ആവാം. ഓക്കെ. അത് കഴിഞ്ഞാൽ വേർ നീഡിങ് ആവാം, നീഡ്സ് ആവാം. ബട്ട് ഹിയർ we use a person to operate them. അപ്പോൾ ട്രാഫിക് സിഗ്നൽ പ്ലൂറൽ ആണെങ്കിലും ഇവിടെ പേഴ്സൺ ടു ഓപ്പറേറ്റ് ദം. അപ്പോൾ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ കൺസിഡറേഷൻ കാരണം എന്താണ്? ഇവിടെ നീഡഡ് എന്ന് നമ്മൾ എടുക്കുന്നു. ബോത്ത് മോഡൽസ് ഓഫ് ട്രാഫിക് ലൈറ്റ്സ് നീഡഡ് എ പേഴ്സൺ. അതാണ് സബ്ജക്റ്റ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താ? ഇവിടെ ഈ ഒരു ഓപ്ഷൻ 1 2 വേർ നീഡഡ്, വേർ നീഡിങ് എന്ന ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതാണ് സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ എനിക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ബട്ട് ഹിയർ അ പേഴ്സൺ ടു ഓപ്പറേറ്റ് ദം എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിച്ച് ഇസ് ദ സബ്ജക്റ്റ്, എന്താണ് കോണ്ടെക്സ്റ്റ്, ആരാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. സോ നീഡഡ് കംസ് ഹിയർ. നൗ നെക്സ്റ്റ് എന്താണ്? ഇവിടെ നോക്കാം. In 1926, the first automatic traffic lights were invented in Germany. They did not need dash assistance. First automatic traffic lights, they did not need dash assistance. അപ്പോൾ ഇവിടെ നോക്കാം, a person to operate them. ഇവിടെ ആദ്യത്തെ ഈ ഒരു ലൈൻ ഞാൻ എപ്പോഴും പറഞ്ഞു, ലൈൻ ബിഫോർ ആൻഡ് ലൈൻ ആഫ്റ്റർ കൺസിഡർ ചെയ്യണം. അപ്പോൾ ലൈൻ ബിഫോറിൽ എന്താ? പേഴ്സൺ ടു ഓപ്പറേറ്റ് ദം യൂസിങ് സ്വിച്ചസ്. അപ്പോൾ ഇനി പുതിയ ഇതിൽ എന്താ? ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റ് ആയി. ദീസ് ഡിഡ് നോട്ട് നീഡ്. ആരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല? ഹ്യൂമൻ. ഒരാളുടെ ആവശ്യം ഉണ്ടായില്ല. പേഴ്സണൽ അല്ല, ഓട്ടോമാറ്റിക് അല്ല, ലേബർ സേവിങ് അല്ല, ബട്ട് എ ഹ്യൂമൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. You should consider these things while attempting reading and writing fill in the blanks. That should be your focus. If you are not doing that, what happens is you fall somewhere else and you are not able to complete the whole task. This should be your logic. നമുക്ക് കുറച്ചും കൂടി ഡെപ്തിൽ നമ്മുടെ ഗ്രാമർ പോർഷൻസ്, റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ഗ്രാമർ പോർഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യത്തിൽ മനസ്സിലാക്കാം. വൈ ആം ഐ ഗോയിങ് റോങ്, വേർ ആം ഐ ഗോയിങ് റോങ് ആൻഡ് വാട്ട് ഷുഡ് ബി ദ റെമഡി, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. കോണ്ടെക്സ്റ്റ്, ആ ഒരു വാക്കിൻ്റെ ബിഗിനിങ് ആൻഡ് ക്ലോസിങ് മാറ്റേഴ്സ്. സെക്കൻഡ്, ദ ഗ്രാമർ മാറ്റേഴ്സ് ബിക്കോസ് വി ഹാവ് ടു കൺസിഡർ ദ സബ്ജക്ട് അക്കോർഡിംഗ് അത് പ്ലൂറൽ ആണോ അല്ലെങ്കിൽ വെർബിൻ്റെ ടെൻസ് മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് മാറിക്കൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തതാണ് വൊക്കാബുലറി, ദ വേർഡ്, ദ സിനോണിംസ് മാറ്റേഴ്സ്. അപ്പോൾ വേർഡ്സിൻ്റെ റിലേറ്റഡ് വേർഡ്സ്, സംവാട്ട് റിലേറ്റഡ് വേർഡ്സ് ഓർ ദ എക്സാക്ട് മീനിങ് മാറ്റേഴ്സ്. പിന്നെ സോ കോണ്ടെക്സ്റ്റ്, ഗ്രാമർ,
synonyms and collocations. Collocations go hand in hand. അത് ഒരു വേറിട്ടത് നമുക്ക് I am going with my, I am going with my friend, I am going with my friend, I am going to my friend എന്നല്ല, ഞാൻ അവൻ്റെ ഒപ്പം പോവുകയാണ്, going with my friend. So then this goes hand in hand, going with. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം when you are using, when you are doing especially PT, reading and writing fill in the blanks. I hope you have understood. Make sure that you don't forget to subscribe for new videos, and don't forget to share it with your friends who are preparing for PT, and the people who don't know collocation, want a list, go to the description box and we'll help you out. Till then, see you, bye.